വരുന്ന 9-ാം തീയതി കേരള നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയാണ്. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പാർട്ടിക്കല്ല വോട്ട് ചെയ്യുന്നത്, ഞാൻ വ്യക്തികളെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 10-ാമത്തെ ഷെഡ്യൂൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്നാണ് അറിയപ്പെടുന്നത്. സ്ഥിരതയുള്ള ഒരു ഗവൺമെൻറ്റിനെ നിലനിർത്തുന്നതിലേക്ക് വേണ്ടിയാണ് ഈ നിയമം ഉപയോഗിക്കുന്നത്. കൂറുമാറ്റ നിരോധന നിയമമെല്ലാം ഈ ഷെഡ്യൂളിലാണ് പറഞ്ഞിരിക്കുന്നത്. നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ മെമ്പർമാരെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, അദ്ദേഹത്തിൻ്റെ വാക് സാമർഥ്യം, നമ്മുടെ നാട്ടിലെ കല്യാണ വീടുകളിലും മരണ വീടുകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടോ, ഇത് മാത്രമാണ് നമ്മൾ നോക്കി വോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മെമ്പർമാരുടെ പ്രധാനപ്പെട്ട ജോലിയെന്ന് പറയുന്നത് നിയമസഭയിലാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും ലോക്സഭയിലാണെങ്കിൽ നമ്മുടെ രാജ്യത്തുടനീളവും നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് ഈ മെമ്പർമാർ. അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം ചർച്ചകൾ നടത്താറുണ്ട്, ധാരാളം വോട്ടെടുപ്പുകൾ നടത്താറുണ്ട്. ഈ വോട്ടെടുപ്പിൽ ആ മെമ്പർമാർ വോട്ട് ചെയ്യുന്നത് അദ്ദേഹം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ജനങ്ങൾ പറയുന്നത് പോലെയല്ല, അദ്ദേഹം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന പാർട്ടിയിലെ ലീഡർ പറയുന്നത് പോലെയാണ്. ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി പറയുന്നതിന് എതിരായിട്ടാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെമ്പർ സ്ഥാനം അയോഗ്യതയാക്കാനുള്ള എല്ലാ സാഹചര്യവും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വോട്ട് ചെയ്യുന്നത് വ്യക്തികൾക്കല്ല, അദ്ദേഹം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന പാർട്ടിക്കാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, വാക് സാമർഥ്യം ഇതെല്ലാം നോക്കുമ്പോൾ തന്നെ അദ്ദേഹം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന പാർട്ടി നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടെ നോക്കി വോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.